എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തൊരു ചിത്രമായിരുന്നു 172 ഡേയ്സ്. ഇതൊരു ഇന്തോനേഷ്യൻ മൂവിയാണ്, ഒരു റൊമാൻറ്റിക് മൂവിയാണ്. അതിമനോഹരമായ എന്താ പറയുക, ഒരു ഫീൽ ഗുഡ് മൂവി എന്നൊക്കെ പറയാനില്ലേ. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട്, ഒരു ത്രില്ലിംഗ് എലമെൻറ്റോ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റോ ഒന്നുമല്ല, ജസ്റ്റ് കാം ആൻഡ് ക്വയറ്റ് ആയി ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു റൊമാൻറ്റിക് മൂവി. ഇത് ഒരു ക്ലബ്ബും പാർട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നിരുന്നൊരു പെൺകുട്ടി അവയിൽ നിന്നെല്ലാം മാറി ഒരു ഡിവൈൻ പാത്തിലേക്ക് കടക്കുകയും പിന്നീട് അവൾ ആ ഡിവൈൻ പാത്തിൽ തന്നെ അതിൻ്റെ ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങൾക്കും വേണ്ടി ഒരു സ്ഥലത്ത് ചെല്ലുന്നതും അവിടെ നിന്നൊരു ചെറുപ്പക്കാരനെ പരിചയപ്പെടുന്നതും അവർ തമ്മിലുള്ള പ്രണയവും വിവാഹവും അതിനുശേഷം അവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ചിത്രത്തിലുള്ളത്. എന്തായാലും നിങ്ങളെല്ലാവരും കാണുക. 172 ഡേയ്സ് കാണാത്തവർ എന്തായാലും കാണണം. കാരണം ഈ ട്രൂ ലവ് ഈ സർവീസ് എക്സിസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സന്ദേശം നൽകുന്ന ചിത്രമാണ്. ചിത്രത്തിനുടനീളം എന്താ പറയുക, ഒരുപാട് രസകരമായ നല്ല നിമിഷങ്ങളും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു റൊമാൻറ്റിക് ചിത്രമാണ്. ഈ ലവ് ആഫ്റ്റർ നിക്കാ, ലവ് ആഫ്റ്റർ മാരേജ് എന്നൊക്കെ പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് കൂടി കൊണ്ടുവരുന്ന ചിത്രം കൂടിയാണ്. ഇന്തോനേഷ്യൻ മൂവിയാണ്. ഒരു റിയൽ എന്താ പറയുക, ട്രൂ ഇൻസിഡൻറ്റുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു റിയൽ ഇൻസിഡൻറ്റുമായി ബേസ് ചെയ്തിട്ട് എടുത്തൊരു ചിത്രം കൂടിയാണ് ചിത്രം കണ്ടതിന് ശേഷം മനസ്സിലായത്. അപ്പോൾ എന്തായാലും എല്ലാവരും കാണാൻ, ഞാനൊരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ചിത്രം കാണുന്നത് തന്നെ. അപ്പോൾ ഇതുവരെ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യുക. ഓക്കെ, ലിങ്ക് ആവശ്യമുള്ളവർ DM ചെയ്യുക. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ് ചിത്രം.